ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനിസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. നമ്മൾ ലെറ്റ് ഔട്ട് ഹൗസിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ്. അതിലെ ഫസ്റ്റ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 30% ഓഫ് ആനുവൽ വാല്യൂ ഈസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ. ഫസ്റ്റ് ഡിഡക്ഷൻ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ ലോൺ ഈസ് ടേക്കൺ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് ലെറ്റ് ഔട്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ രണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ദ കറന്റ് ഇയർ ഇൻട്രസ്റ്റ് ഫുൾ. കറന്റ് ഇയറിലെ ഫുൾ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ടത്. അതിൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ ഡിഡക്റ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുന്നത് കേട്ടോ. ലെറ്റ് ഔട്ട് ഹൗസിൻ്റെയാണ് ഈ പറഞ്ഞത്. ലെറ്റ് ഔട്ട് ഹൗസ് നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസും ഉണ്ട്, ലെറ്റ് ഔട്ട് ഹൗസും ഉണ്ട്. അപ്പോൾ ലെറ്റ് ഔട്ട് ഹൗസിന് ഡിഡക്ഷൻസ് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ഓഫ് ആനുവൽ വാല്യൂ. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ്. അതിൽ കറന്റ് ഇയർ ഇൻട്രസ്റ്റ് പ്ലസ് 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. ദെൻ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടി വരുന്നുണ്ട്. ദാറ്റ് ഈസ് അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവേർഡ് ഡ്യൂറിങ് ദ ഇയറിലാണെങ്കിൽ അതിന് ഒരു 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അരിയേഴ്സ് ഓഫ് റെൻറ്റ് റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ അതിനും 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫോർ എ ലെറ്റ് ഔട്ട് ഹൗസ്. ഇതാണ് ചാർട്ട് ഷോയിങ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഫസ്റ്റ് യു ഫൈൻഡ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ, then gross annual value less municipal tax paid by the owner, then unrealized rent, you get annual value. From this deduct 30% of annual value, then interest on loan, then interest on loan, that current year interest plus 1/5 of pre-construction period interest. After that add അൺറിയലൈസ്ഡ് റെൻറ്റ്. ആ ക്വസ്റ്റ്യനിൽ അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവേർഡ് ഉണ്ടെങ്കിൽ അതിന് 30% ഡിഡക്ഷൻ. ദെൻ ആഡ് അരിയേഴ്സ് ഓഫ് റെൻറ്റ്, അതിനും 30% ഡിഡക്ഷൻ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫിഗറാണ് എന്ത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദാറ്റ് ലെറ്റ് ഔട്ട് ഹൗസ്. നമ്മൾക്ക് ഒരു പ്രോബ്ലത്തിലോട്ട് പോകാം. ലെറ്റ് ഔട്ട് ഹൗസിൻ്റെ ഇൻകം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കുവാനായിട്ട്. നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. ദാറ്റ് ഈസ് ശ്രീ പ്രസാദ് ഹാസ് എ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. ദ ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട്. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ₹8,500 പെർ മന്ത്. അപ്പോൾ 1 ഇയറിനാകുമ്പോൾ 1,02,000. ദെൻ ആക്ച്വൽ റെൻറ്റ് റിയലൈസ്ഡ് ₹9,000 പെർ മന്ത്, ദാറ്റ് ഈസ് 1,08,000. ഇത് 1,02,000. ദെൻ 1,08,000. Then rent payable under the Rent Control Act എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the standard rent. Standard rent is 8,500 per month, that is 1,02,000. Then rent payable for a similar house is 9,000 per month, that is the fair rent. ഇങ്ങനെയായിരിക്കും ചില ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഡയറക്റ്റ് ആയിട്ട് തരുമല്ലോ, അപ്പോൾ നമ്മൾ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ദ റെൻറ്റ് പേയബിൾ ഫോർ എ സിമിലർ ഹൗസ് ഈസ് 9,000 പെർ മന്ത്, ദാറ്റ് ഈസ് ദ ഫെയർ റെൻറ്റ്. എല്ലാ റെൻറ്റും തന്നിട്ടുണ്ട്. ഫസ്റ്റ് യു മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ മുനിസിപ്പൽ റെൻറ്റ് ആൻഡ് ഫെയർ റെൻറ്റ് വിച്ചെവർ ഈസ് ഹയർ. അപ്പോൾ ഫെയർ റെൻറ്റ് ഈസ് ഹയർ. ദെൻ കമ്പയർ വിത്ത് സ്റ്റാൻഡേർഡ് റെൻറ്റ്, അപ്പോൾ വിച്ചെവർ ഈസ് ലെസ്. ദെൻ കമ്പയർ വിത്ത് ആക്ച്വൽ റെൻറ്റ് വിച്ചെവർ ഈസ് ഹയർ. അപ്പോൾ ഇൻ ദിസ് ക്വസ്റ്റ്യൻ what is the gross annual value? Gross annual value equal to 1,08,000. Then he has paid 17% of the municipal valuation as a local tax. Municipal value ന്റെ 17% ആണ് local tax വരുന്നത്. The construction of the property began in September 2018 and completed in February 2021. He had borrowed loan for the construction of the house property on which he has paid 2 lakhs
as interest up to 31st March 2020. That is the pre-construction interest. ഇവിടെ ടോട്ടൽ എമൗണ്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 2 lakhs-നെ നമ്മൾ 5 equal installments ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. Then rupees 50,000 as interest during the previous year. Compute the income from house property for the assessment year 2024-25. അപ്പോൾ ഹെഡിങ് എഴുതാം, computation of income from house property, for the assessment year 2024-25. Then first one is the gross annual value. In this question, gross annual value equal to എത്രയാണ് വരുന്നത്? 1,08,000. ഗ്രോസ് ആനുവൽ വാല്യൂ 1,08,000 ലെസ് മുനിസിപ്പൽ ടാക്സസ്. മുനിസിപ്പൽ വാല്യൂവിൻ്റെ 17% ആണ് മുനിസിപ്പൽ ടാക്സ്. ദസ് ഇറ്റ് ബിക്കംസ് 17,340. 17,340 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 90,660. 90,660. That is the annual value. Annual value equal to 90,660. Then less deductions. First one is 30% of annual value. Less 30% of annual value. That is the standard deduction. That is equal to 27,198. 27,198. Then loan. Current year interest means 50,000. Current year interest 50,000. Then pre-construction interest. Pre-construction interest, that is 2 lakhs divided by 5, that is 4 lakhs. അങ്ങനെ 3 ഡിഡക്ഷൻസ് ആണ് വരുന്നത്. 30% ഓഫ് ആനുവൽ വാല്യൂ, ദെൻ കറന്റ് ഇയർ ഇൻട്രസ്റ്റ്. ഇവിടെ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. കറന്റ് ഇയർ ഇൻട്രസ്റ്റ് 50,000, പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് 2 lakhs ആണ് ടോട്ടൽ, ഡിവൈഡഡ് ബൈ 5. ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മൾ എടുക്കണം 40,000. അങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻ 1,17,000. 1,17,198. ഇവിടെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ലോസ് ഫ്രം house property. Loss from house property becomes 26,538. 26,538. ഇങ്ങനെയാണ് ഒരു ലെറ്റ് ഔട്ട് ഹൗസിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്, നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നു. ദെൻ ഫ്രം ദിസ് ഡിഡക്റ്റ് മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ വാല്യൂവിൻ്റെ 17% ആണ് മുനിസിപ്പൽ ടാക്സ്. ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ആനുവൽ വാല്യൂ. ഫ്രം ദിസ് ഡിഡക്റ്റ് 30% ഓഫ് ആനുവൽ വാല്യൂ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ലോൺ, അതിലെ കറന്റ് ഇയർ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റും നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഈ ക്വസ്റ്റ്യനിൽ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഈ ക്വസ്റ്റ്യൻ ബികോം സ്റ്റുഡൻസിനെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ സ്റ്റുഡൻസും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.